ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻകം ടാക്സിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓവറോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഓവറോൾ അതിലെ ഓരോ ചാപ്റ്റേഴ്സും എന്നതിൻ്റെ പേരെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് മൈൻഡിൽ കയറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പോഴേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും പഠിക്കാൻ തുടങ്ങാനായിട്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ Mcom സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻകം ടാക്സ് ബേസിക് കൺസെപ്റ്റ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ടേംസിനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. ഒരു ബേസിക്കായിട്ട് നമുക്ക് ഈ ഒരു ഇൻകം ടാക്സിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിഗ്രിക്ക് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എങ്കിൽ കൂടി നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലിയറായി പഠിച്ചതിന് ശേഷം അടുത്ത ചാപ്റ്ററുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് നമ്മളതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്കറിയാം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ഏതൊരു ടൈപ്പ് ഓഫ് ഇൻകത്തിനും, അഗ്രികൾച്ചർ ഇൻകം ഒഴികെ ബാക്കിയുള്ള ഏതൊരു ഇൻകത്തിനും നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഈ ഒരു ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ടാക്സ് കളക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കളക്ട് ചെയ്ത ടോട്ടൽ ടാക്സിൽ നിന്നും ആ ഒരു എമൗണ്ട് ലെസ് ചെയ്യും. അതിനുശേഷമുള്ള ബാലൻസ് എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എന്ത് ചെയ്യണം, രണ്ടുപേരും വീതിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ആ വീതിക്കുന്ന പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ പറയുന്ന ആ ഒരു രീതിയിലായിരിക്കും. ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമായിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഈ ഒരു നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഇൻകം ടാക്സ് വീതിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആൻഡ് ഫിനാൻസ് ആക്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ക്യാപിറ്റൽ ലോസും റവന്യൂ ലോസും ഉണ്ട്, ക്യാപിറ്റൽ റിസീപ്റ്റും റവന്യൂ റിസീപ്റ്റ്സ് ഉണ്ട്. അങ്ങനെ 2-3 ടോപ്പിക്സ് അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ടോപ്പിക്കും എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇൻകം ടാക്സ് ആക്ട് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഇൻകം ടാക്സിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് പ്രൊസീജിയേഴ്സ്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് നടക്കുന്നത്. ഫിനാൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഫിനാൻസ് ബില്ല് ഉണ്ടാവില്ലേ, ഈ ഒരു ഫിനാൻസ് ബില്ല് നമ്മളുടെ പാർലമെൻറ്റ് അപ്രൂവ് ചെയ്ത് അതുപോലെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അസൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഫിനാൻസ് ആക്ട് ആയിട്ട് മാറും. ഫിനാൻസ് ബില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്താണ് എല്ലാ വർഷവും പാർലമെൻറ്റിൽ എന്ത് ചെയ്യും, ഒരു ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യും അല്ലേ. ഇത് പിന്നീട് എന്താവും, ഫിനാൻസ് ബില്ലായിട്ട് മാറുന്നു. ഈ ഒരു ബില്ല് നമ്മളുടെ പാർലമെൻറ്റും പ്രസിഡൻറ്റും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, ഒരു ഫിനാൻസ് ആക്ടായിട്ട് മാറും. നമ്മുടെ ഇൻകം ടാക്സിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് എല്ലാം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഫിനാൻസ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, നമ്മുടെ ഫിനാൻസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 നമ്മൾ ഓരോ ഇൻകത്തിനും എത്ര റേറ്റ് ഓഫ് ടാക്സ് ചാർജ് ചെയ്യണം എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫിനാൻസ് ആക്ടിൻ്റെ അണ്ടറിലാണ് നമ്മളുടെ ഈ ഒരു ഇൻകം ടാക്സ് കാര്യങ്ങൾ, ഇൻകം ടാക്സ് ലോസ് എല്ലാം വരുന്നത്. ഡയറക്റ്റ് ടാക്സ് ലോസ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ലോസ് ആണെങ്കിലും അതിൽ വരുന്ന അമെൻമെൻറ്റ്സ് എല്ലാം ഫിനാൻസ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ടാക്സിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൻ്റെ ഇൻകത്തിൻ്റെ മേൽ നമ്മൾ ഡയറക്റ്റ്ലി ചുമത്തുന്നതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ആരുടെ പേരിലാണോ നമ്മൾ ടാക്സ് ചുമത്തുന്നത് അയാൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഒരാളുടെ വരുമാനത്തിന് മേൽ വരുന്ന ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ടാക്സ് എന്ത് ചെയ്യണം, ആരാണോ ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്ന ആളാരാണോ അവരിലേക്ക് ടാക്സ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പ്രൈസിൽ എന്തും കൂടി ഉണ്ടാവും, ഈ ഒരു ടാക്സ് റേറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ആരാണ് അതിന് ശരിക്കും ടാക്സ് അടയ്ക്കുന്നത്, കൺസ്യൂമേഴ്സാണ്. അതായത് സർവീസ് ടാക്സ്, സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, ഇതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സുകളാണ്. പക്ഷേ 2017 ജൂലൈ 1 മുതൽ നമ്മളുടെ എല്ലാ ടാക്സുകളും കൂടെ സബ്മർജ് ചെയ്തിട്ട് എന്തായി, GST എന്ന പേരിൽ ഒരൊറ്റ ടാക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ആണ്. നമ്മളിപ്പോൾ
ഓരോ ഐറ്റംസിനെയും ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓരോ ഐറ്റംസിനെയും ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റവന്യൂ എക്സ്പെൻസസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റവന്യൂ റെസീപ്റ്റ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്യാപിറ്റൽ റെസീപ്റ്റ്സിന് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള പേരിൽ ഒരു സെപ്പറേറ്റ് ഹെഡായിട്ട് തന്നെ ടാക്സ് ചെയ്യും. നമുക്ക് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം ഓരോ ഐറ്റംസിനെയും നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. രണ്ടിനെയും വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഐറ്റംസിനെയും റവന്യൂ ഐറ്റംസിനെയും ക്ലാസിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഐറ്റംസൊക്കെ ഒന്ന് നോക്കി വെക്കണം. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ് ഏതൊക്കെയാണ്, ക്യാപിറ്റൽ ലോസ്, റവന്യൂ ലോസ് ഏതൊക്കെയാണെന്നുള്ളത് നെയിമെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, CBDT. ഇതെന്താണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിച്ച് വയ്ക്കാം. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പെക്സ് ബോഡിയാണ്. അപ്പെക്സ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ ടോപ്പിലുള്ള ഒരു അതോറിറ്റിയാണ്. അപ്പോൾ അപ്പെക്സ് ബോഡി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്, CBDT ആണ്. ഇറ്റ് ഈസ് ദ സുപ്രീം അതോറിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സുപ്രീം അതോറിറ്റി, ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, CBDT ആണ്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ പാർട്ട് ഓഫ് ദ ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഒരു ഭാഗമായിട്ടാണ് CBDT പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് പെർഫോംസ് വേരിയസ് സ്റ്റാറ്റുറ്ററി ഫങ്ഷൻസ്. It has the power to assign jurisdiction to the authorities below and to issue orders, instructions and directions to them for the administration of the tax laws. അതായത് നമ്മുടെ CBDTക്ക് വന്നിട്ട് മറ്റ് അതോറിറ്റീസിൻ്റെ, CBDTൻ്റെ താഴെ വരുന്ന മറ്റ് അതോറിറ്റീസിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അവരുടെ അധികാര പരിധി അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മറ്റ് അതോറിറ്റീസിന് വേണ്ട ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പവർ കൂടി CBDTക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ CBDT എന്ന് പറയുമ്പോൾ ഒരു ചെയർമാനും 6 മെമ്പേഴ്സുമാണ് ഇതിൽ വരുന്നത്. ഇറ്റ് ഓൾസോ എൻജോയ് സർട്ടൻ പവേഴ്സ് ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആൻഡ് ഈസ് കോമ്പറ്റൻറ്റ് ടു മേക്ക് റൂൾസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ഡയറക്റ്റ് ടാക്സ് ലോസ്. In short, CBDT is empowered to frame rules subject to the control of the central government for the administration of the income tax. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇൻകം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള അതിന് വേണ്ട കൺട്രോളിന് വേണ്ടിയിട്ടുള്ള റൂൾസൊക്കെ ഉണ്ടാവുമല്ലോ, ആ റൂൾസൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു CBDT എന്നുള്ള ടോപ്പിക് ഒന്ന് പഠിച്ച് വയ്ക്കുക. ദെൻ അടുത്ത് നമുക്ക് വരുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും ബേസിക്സ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ നിന്നും ചില ടേംസൊക്കെ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക, എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അതുപോലെ തന്നെ വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ ഈ ഒരു ടേംസൊക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ ഈ ടേംസൊക്കെ ഇടയിൽ വരും. അപ്പോൾ നമുക്കത് എന്താണെന്ന് അറിയാണ്ടിരുന്നാൽ അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ആയിട്ട് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ അഡ്വാൻസ് ടാക്സ് ആണ്. നമുക്ക് ആ പേരിൽ തന്നെ അറിയാം നമ്മളെന്താണ് ടാക്സ് പേ ചെയ്യേണ്ട ഡേറ്റിന് മുൻപേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയാം. സെക്ഷൻ 1 സബ്സെക്ഷൻ 1 ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പഠിക്കാം. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അഗ്രികൾച്ചറൽ ഇൻകവും നമുക്കൊരു ചാപ്റ്റർ വരുന്നുണ്ട് പഠിക്കാൻ. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ഫുള്ളി എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. നമ്മൾ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് എടുക്കുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ഒഴികെ ബാക്കി എല്ലാ ഇൻകത്തിനും നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പേഴ്സൺ ആണ്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്നത്? നമ്മൾ ഇൻകം ടാക്സിൽ നമ്മളൊരു അസസ്സിനെ അസസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP, ലോക്കൽ അതോറിറ്റീസ്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇതെല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ പേഴ്സൺ എന്നാണ് പറയാം. ഇൻഡിവിജ്വലും HUFും കമ്പനി എന്താണ്, ഫേം എന്താണ്, AOPയും ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയാണ് അവർക്ക് ടാക്സ് റേറ്റ് ചാർജ് ചെയ്യണമെന്നതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളത്. ദെൻ അസസി ആണ്. അസസി എന്ന് പറഞ്ഞാൽ ഏതൊരു പേഴ്സണാണോ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അയാളെയാണ് നമ്മൾ അസസി എന്ന് പറയുന്നത്. 4 തരത്തിലാണ് അസസി ഉള്ളത്. നോർമൽ അസസി, റെപ്രസെൻറ്റേറ്റീവ് അസസി, ഡീംഡ് അസസി ആൻഡ് അസസി ഇൻ ഡീഫോൾട്ട്. ഇതിൽ കൂടുതലായിട്ടും ഡീംഡ് അസസിയും അസസി ഇൻ ഡീഫോൾട്ടും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഡീംഡ് അസസി എന്ന് പറയുമ്പോൾ ഒരു ഡിസീസ്ഡ് പേഴ്സണിൻ്റെ ആരാണോ അയാളുടെ പ്രോപ്പർട്ടിയുടെ പിന്നീട് വരുന്ന അവകാശം, അയാളിപ്പോൾ മരിച്ചതിന് ശേഷം, ഇപ്പോൾ അയാൾ വിൽപ്പത്രമൊക്കെ എഴുതി വെക്കുമല്ലോ, മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഒരാളുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആരുടെ പേരിലാണോ ഇത് എഴുതി വെക്കുന്നത് അവരായിരിക്കും ഡീംഡ് അസസി ആയിട്ട് വരിക. കാരണം ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ഇൻകത്തിനൊക്കെ പിന്നെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് അവരായിരിക്കും. ഇനിയിപ്പോൾ അവർ
വില്ലൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ, വിൽപ്പത്രമൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അയാളുടെ എൽഡസ്റ്റ് സണ്ണോ അല്ലെങ്കിൽ മറ്റ് ലീഗൽ ഹയേഴ്സ് ആരാണോ വരുന്നത് അവരായിരിക്കും അസസി ആവുക. ഇൻ കേസ് ഓഫ് മൈനറിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ഗാർഡിയൻ ആയിരിക്കും അസസി ആയിട്ട് വരിക. ഇപ്പോൾ ഒരു നോൺ റെസിഡൻറ്റ് പേഴ്സൺ ആണ്, നമ്മുടെ ഇന്ത്യയിലില്ല, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ബിഹാഫായിട്ട് ആരാണോ ആക്ട് ചെയ്യുന്നത് അവരെ ഡീംഡ് അസസി ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് വരുന്നത് അസസി ഇൻ ഡീഫോൾട്ട് ആണ്. അതായത് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അയാൾ ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് ഏതെങ്കിലും ഫുൾഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അസസി ഇൻ ഡീഫോൾട്ട് എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ ടാക്സ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? അസസി ഇൻ ഡീഫോൾട്ട് എന്നാണ് പറയുക. അതുപോലെ ചിലപ്പോൾ TDS ഡിഡക്റ്റ് ചെയ്യാത്ത കേസ് ഉണ്ടാകും, അവിടെയും എന്താണ്? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയും. ഇപ്പോൾ മേ ബി TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ട്രഷറിയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെയൊക്കെ എന്താണ്? അവർ ഡീഫോൾട്ട് വരുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അസസി ഇൻ ഡീഫോൾട്ട് എന്നാണ് പറയുക. നെക്സ്റ്റ് പറയുന്നത് അസസ്മെൻ്റ് ആണ്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ടോട്ടൽ ഇൻകം, ഒരു അസസീൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുക. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ അവർക്ക് എത്ര ഇൻകം ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം കൂടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ടോട്ടൽ ഇൻകം കാണുന്നു, അതിൻ്റെ ടാക്സ് ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുക. പിന്നെ അസസ്മെൻറ്റ് ഇയർ ആണ്. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഏത് ഇയറിലാണോ നമ്മൾ ഒരാളുടെ ഇൻകം അസസ് ചെയ്യുന്നത് ആ വർഷത്തിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുക. അതായത് അയാൾ ഇൻകം ഏൺ ചെയ്തതിൻ്റെ തൊട്ടടുത്ത വർഷത്തിനായിരിക്കും നമ്മൾ എന്ത് പറയുക? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുക. പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ടു 31 മാർച്ച് വരെയായിരിക്കും അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അതുപോലെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ആ ഒരു അസസി ഏത് വർഷത്തിലാണോ ഇൻകം ഏൺ ചെയ്യുന്നത് അതാണ് പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിരിക്കും നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് ചെയ്യുക? അസസ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഇൻകം ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഏതൊരു അസസീൻ്റെയും ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ മണി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മണീസ് വർത്തിൽ നോൺ മോണിറ്ററി ആയിട്ടാണെങ്കിലും ഒരാൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു സെർട്ടൈൻ എമൗണ്ടിന് നമുക്ക് എന്ത് പറയാം? ഇൻകം എന്ന് പറയാം. ഒരാളുടെ ഇൻകത്തിൽ എന്തൊക്കെ വരാം? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് വരാം, ഡിവിഡൻഡ് വരാം, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് വരാം, അല്ലെങ്കിൽ അയാൾക്ക് സാലറി ആയിട്ടോ അല്ലാണ്ട് കിട്ടുന്ന പെർക്യൂസിറ്റ്സോ ക്യാപിറ്റൽ ഗെയിൻസോ അല്ലെങ്കിൽ ലോട്ടറി വിന്നിങ്സോ ക്രോസ് വേർഡ് പസിൽസിലൂടെ കിട്ടുന്ന ഇൻകമോ ഡീമിഡ് ഇൻകം, അങ്ങനെ പല തരത്തിലുള്ള ഇൻകംസ് ഉണ്ടല്ലോ. ഇതിൽ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ ഇൻകം എന്നൊരു ഹെഡിൽ പറയുന്നത്. ഇങ്ങനെ വരുന്ന പലതരം ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ഹെഡ്സിലായിട്ട് തരംതിരിച്ചിട്ടാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം, നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലോ, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇങ്ങനെയുള്ള നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കൊടുക്കുന്നതിന് മുൻപുള്ള ഇൻകമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ ഇൻകം ആണ്. നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മളുടെ 80C ടു 80U വരെയുള്ള ഡിഡക്ഷൻസ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആണ് നമ്മളുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു ഇൻകത്തിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് ആണ്. അതായത് MMR എന്ന് പറയും. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻകം ടാക്സ് ചാർജ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഇൻഡിവിജ്വലിനാണെങ്കിലും AOPക്കാണെങ്കിലും BOIക്കാണെങ്കിലും ടാക്സ് ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മാക്സിമം റേറ്റ്, അവരുടെ ഹയസ്റ്റ് സ്ലാബ് റേറ്റ് എത്രയാണോ അതിനെയാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ആണ്. ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് കാണുന്നത് നമ്മളുടെ ടോട്ടൽ ടാക്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ ടാക്സ് എമൗണ്ട് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ നമുക്ക് ഏത് ഇൻകത്തിനാണോ നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തത് ആ ടോട്ടൽ ഇൻകം, അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് ടാക്സ് കിട്ടുന്നത്. അപ്പോൾ ആവറേജ് ടാക്സ് ഈക്വൽ ടു ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് കാഷ്വൽ ഇൻകം ആണ്. കാഷ്വൽ ഇൻകവും മുൻപ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത് ഒരു നോൺ റിക്കറിങ് ഇൻകം ആണ്. റിക്കറിങ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സാലറി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ്? റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകമാണ്. പക്ഷേ കാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. അത് എപ്പോഴും ഒന്നും കിട്ടണമെന്നില്ല. ഒരു എക്സാമ്പിളാണ് ലോട്ടറി വിന്നിങ്സ് എന്ന് പറയുന്നത്. നമുക്കത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതിനെയാണ് നോൺ റിക്കറിങ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം റിസീവ്ഡ് കാഷ്വലി ഈസ് കോൾഡ് കാഷ്വൽ ഇൻകം. ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻകം. നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് എപ്പോഴും കിട്ടുന്നതിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുള്ളൂ. അപ്പോൾ കാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. വിന്നിങ് ഫ്രം ലോട്ടറി, ഇൻകം ഫ്രം കാർഡ് ഗെയിംസ്, ക്രോസ് വേർഡ് പസിൽസ്, പിന്നെ ഗെയിംസിൽ നിന്നും, ഗാംബ്ലിങ്, ബെറ്റിങ്ങിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം, ഇതിനെയൊക്കെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ വരുന്ന ബേസിക്കായിട്ട് വരുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന ടോപ്പിക്സ് മെയിനായിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കാരണം മുമ്പ് ചോദിച്ചിട്ടുള്ളതായതുകൊണ്ട് നമുക്കത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് പറ്റില്ല. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്കിതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ആ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്നതാണ്. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മുമ്പ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക്സ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഇതിൻ്റെ വീഡിയോ ചെയ്തത്. ഇനി നമ്മൾ സാലറീൻ്റെയും ഹൗസ് പ്രോപ്പർട്ടിൻ്റെയൊക്കെ പ്രോബ്ലംസും തിയറീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിൻ്റെ വീഡിയോസാണ് വേണമെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻകം ടാക്സിൻ്റെ മാത്രമല്ല നമ്മുടെ Mcomൻ്റെ 3rd സെമസ്റ്ററിന് വേണ്ട മറ്റ് സബ്ജക്റ്റിൻ്റെ വീഡിയോസും കൂടെ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എക്സാമിന് മുമ്പ് തന്നെ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്